അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സമോസയാണ്. ഈ റംസാൻ മാസത്തിൽ ഇവിടെ എല്ലായിടത്തും സമോസ കിട്ടും. അപ്പം ഞങ്ങളും സമോസ ഒന്ന് ട്രൈ ചെയ്യുകയാണ് ഉണ്ടാക്കാനായിട്ട്. അതിനുവേണ്ടി നമ്മൾ അതിൻ്റെ ലീഫ് ഇവിടെ റെഡിമെയ്ഡായിട്ട് മേടിക്കാൻ കിട്ടും. പിന്നെ അതിനുവേണ്ടി സാധനങ്ങൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒരു 4-5 എണ്ണം, പിന്നെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ്, 2 സവോള. ഇത്രയാണ് ഇതിന് വേണ്ടത്. കരിയാപ്പില ഉണ്ടെങ്കിൽ നല്ലത്, പക്ഷെ ഇവിടെ എനിക്കിപ്പോൾ കിട്ടിയില്ല. ഇതൊരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പൊടിച്ച് വെച്ചേക്കുന്നതാണ്. പിന്നെ നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. പിന്നെ ഒരല്പം പെരുംജീരകം, ഗരം മസാല, ഒരിച്ചിരി മഞ്ഞൾ, കുരുമുളക് പൊടി. ഇതാണ് നമ്മുടെ പിന്നെ ഉപ്പ്. ഇത് നമ്മൾ എടുത്തേക്കുന്നത് മൈദ കലക്കിയെടുത്തതാണ്. ഈ സമോസയുടെ ലീഫ് ഒട്ടിക്കാനായിട്ട് നമുക്കിത് ആവശ്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ തുടങ്ങുകയാണ്. നമ്മൾ പാൻ വെച്ച് ഇതെല്ലാം ആദ്യം വഴറ്റിയെടുക്കാനായിട്ട് പോവുകയാണ്. അതിനുവേണ്ടി ആദ്യം 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളുത്തുള്ളി, ഇഞ്ചി, ഇതൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമ്മൾ സവോളയും കാപ്പി കാര്യങ്ങളും ചേർക്കാം. അതിനകത്തോട്ട് നമ്മൾ സവോള ചേർത്തു. അതോടൊപ്പം തന്നെ പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർക്കുന്നു. അത് ഏകദേശം ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് ക്യാരറ്റ് ചേർക്കും. അപ്പം നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, സവോള, പച്ചമുളക് ഇത്രയും കാര്യങ്ങൾ നല്ലപോലെ ഒന്ന് വഴന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലെ ഇത്രയൊന്ന് വഴന്നു. നമ്മളിതിലേക്ക് ക്യാരറ്റ് ഇട്ട് ഇളക്കുകയാണ്. ഇതിനാവശ്യമായ ചിക്കന് അപ്പുറത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കാണിക്കാഞ്ഞത്. ഇതിന് ശേഷമാണ് നമ്മൾ ചിക്കൻ ഇടുന്നത് അവസാനം. അപ്പം നമ്മൾ ചേർത്ത സാധനങ്ങളൊക്കെ നല്ലപോലെ വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പൊടി ഐറ്റംസ് ചേർക്കാം. ഒരല്പം മഞ്ഞൾ, പെരുംജീരകമാണ് 1 സ്പൂണ്, ചെറിയ സ്പൂണിന് 1 സ്പൂണാണ്. മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം, ഞാനൊരല്പം മാത്രം ചേർക്കുന്നുണ്ട്. കുരുമുളകിൻ്റെ പൊടി ചെറിയ സ്പൂണാണ്, അതിന് ചെറിയ 2 സ്പൂൺ. പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാല, ഓക്കെ 2 സ്പൂൺ ഇതിന് ചേർത്തിട്ടുണ്ട്. ഉപ്പ് നേരത്തെ ഞാൻ ഇതിനിടയ്ക്ക് ചേർത്തായിരുന്നു, അതുകൊണ്ട് നമുക്കിപ്പം ഉപ്പ് ചേർക്കണ്ട. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മൂക്കുക. അടുത്തതായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് പൊടിച്ച് വെച്ചിരിക്കുന്നത് ചേർക്കാനായിട്ട് പോവുകയാണ്. നമ്മളിനി ഇതിനകത്തോട്ട് ചിക്കനാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ പുഴുങ്ങി ഉപ്പും മഞ്ഞളും കൂടെ ചേർത്ത് പുഴുങ്ങിയിട്ട് അതിങ്ങനെ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ പൊടിച്ചതാണ്. അപ്പം നമ്മുടെ ഓൾറെഡി ഞാൻ ഇട്ടിനകത്ത് അപ്പം ആദ്യം ഉണ്ടായിരുന്ന നമ്മുടെ ഉള്ളി ആ വക സാധനങ്ങളെക്കാളൊക്കെ കുറച്ചുകൂടെ മുമ്പിൽ നിൽക്കണം, ഈ ഏറെ നിൽക്കണം ചിക്കന്. അപ്പോഴാണ് ആ ചിക്കൻ്റെ ഫ്ലേവർ കൂടുതലായിട്ട് ഇടുക. അല്ല എങ്കിൽ വെജിറ്റബിളിൻ്റെ ടേസ്റ്റ് ആയി പോകും. അപ്പം അതുകൊണ്ട് ചിക്കൻ അതിങ്ങനെ ചെറുതായിട്ട് പൊടിച്ചിട്ട് നമ്മളതും കൂടെ ഇതിനോട് ഒപ്പം വഴറ്റുകയാണ്. അപ്പോൾ ഇനി നമ്മൾ സമോസ ഉണ്ടാക്കാനായിട്ട് പോകുന്നു. അപ്പോൾ അതിന് ഫില്ല് ചെയ്യാനുള്ള നമ്മളതിനകത്തെ മസാലകളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. നമ്മൾ മുമ്പേ വഴറ്റിയെടുത്തതിന് ശേഷം നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്യണം. ഇനിയും അതിൻ്റെ ലീഫ് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതായിരുന്നു. ഇങ്ങനെ ഓക്കെ. ഇതിൻ്റെ ഈ കോണിൽ നിന്ന് ഇങ്ങോട്ട് പിടിച്ചാൽ ഓക്കെ, ഈ കോണിൻ്റെ ഇവിടെ ഹോളൊന്നും വേണ്ട. ഓക്കെ, ഇങ്ങനെ എടുത്ത് കഴിയുമ്പോൾ ഓക്കെ. ഓക്കെ, നമ്മളിത്
ഫില്ല് ചെയ്യുന്നു. ടൈറ്റാക്കി ചെയ്യണം. അപ്പോൾ ഇവിടെ ഹോള് വരാതിരിക്കുക. ഹോളുണ്ടെങ്കിൽ എണ്ണ അതിനകത്ത് പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, വീണ്ടും അത് ടൈറ്റാക്കി ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എല്ലായിടവും ടൈറ്റാണ് കേട്ടോ, എങ്ങും ഹോളില്ല. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചില്ലായിരുന്നോ മൈദ മാവ് കലക്കിയത്. ഓക്കെ, ഇത് ഇവിടെ ഇങ്ങനെ ഒന്ന് തൊട്ട് കൊടുത്താൽ ഇതിങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മുടെ സമോസ മേക്കിങ് വളരെ കാര്യമായ രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് എല്ലാവരും വളരെ ഉഷാറായിട്ടുണ്ട്. നമ്മുടെ അലീന ഇതെല്ലാം ഫില്ല് ചെയ്യാനായിട്ട് അല്പം കൂടെ ഇട്ടോളൂ. എമ്മി ആൻറ്റി വളരെ കാര്യമായിട്ട് നിൽക്കുന്നു. ഓക്കെ, മതി. ഓക്കെ, പഠിച്ചോ അലീന എങ്ങനെ അത് ചുറ്റുന്നൊക്കെ? ഓക്കെ, ഇതുണ്ടോ. പിന്നെ അലീനയാണ് ഇനി അടുത്ത വർഷത്തെ റമദാൻ അലീനയാണ്. ഓക്കെ, ഇതേ കാണിച്ച പഠിച്ചോ എങ്ങനെയാണെന്ന്? ഓക്കെ, നമ്മൾ ഇനിയിപ്പം എണ്ണയിലേക്ക് ഇടാനായിട്ട് പോവുകയാണ് കേട്ടോ. ഓക്കെ, എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. എണ്ണയിൽ മുങ്ങി കിടക്കണം. തീ കുറച്ചിടരുത്, തീ നല്ല തീ വേണം. ഇട്ടൊരൽപ്പം കഴിഞ്ഞിട്ട് നമുക്ക് തീ കുറയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളത് മറിച്ചിടുക. നമ്മുടെ സമോസ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. രണ്ട് സൈഡും മൂത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്താ നമ്മുടെ സ്പെഷ്യൽ സമൂസ ഒന്ന് ടേസ്റ്റ് ചെയ്യുകയാണ്. നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. നല്ല ചിക്കനൊക്കെ ആണെന്നാണ് പറഞ്ഞത്. അപ്പം ഉണ്ടാക്കുമ്പോൾ ഞാനിവിടെ ഇല്ലല്ലോ, അപ്പം ഒന്ന് കഴിച്ചിട്ട് നോക്കാം നമുക്കിട്ട് പണി തരികയാണോ അതോ ഇനി ചിക്കനാണോ എന്ന്. ഗംഭീര സമൂസയാണ്. നോക്കിയാൽ ചിക്കനൊക്കെ അങ്ങനെ നല്ല ടേസ്റ്റാണ്. കാരണം കടകളിൽ നിന്നൊക്കെ നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചിക്കനൊന്നും ഇത്രയൊന്നും കിട്ടത്തില്ല, പേരിന് വേണ്ടിയൊക്കെയുള്ളൂ. അപ്പം നമ്മൾ തന്നെ വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ സൂപ്പർ സാധനമാണ്. കൊള്ളാം. ആഹാ ഉണ്ടാവും. നല്ല ചിക്കനൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള ഞങ്ങളുടെ പാചക വിശേഷങ്ങളും സൗദി അറേബ്യയുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ വരുന്നത്. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്യുക. അപ്പോൾ സൗദി അറേബ്യയുടെ പുതിയൊരു കാഴ്ചയുമായിട്ട് ഞങ്ങൾ ഉടൻ തന്നെ വരുന്നതാണ്. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം. ബൈ ബൈ.